Morning. Good morning, Miss. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. 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 Good morning, ma'am. Morning. Going. Good morning, ma'am. Morning. Yes, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റേഡിയേഷൻ റിസ്ക് ആണ് പറഞ്ഞിരുന്നത് അല്ലേ? സിവിയർ എഫക്റ്റ് പറഞ്ഞിരുന്നല്ലോ. നെക്സ്റ്റ് നോക്കുന്നത് ക്രോണിക് എഫക്റ്റ് ആണ്. ക്രോണിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എത്ര നാൾ നീണ്ടു നിൽക്കുന്നതായിരിക്കാം? എത്ര നാൾ നീണ്ടു നിൽക്കുന്ന എഫക്ട്സ് ആണ് ക്രോണിക്? On to constant continuous short exposure. എന്താ പറയുന്നത്? ദീർഘകാലം നീണ്ടു നിൽക്കുന്ന എഫക്ട്സുകളായിരിക്കും ക്രോണിക് എഫക്ട്സ് അല്ലെ? അതായത് ലോങ് ടേം എഫക്ട്സ് ആണ് ക്രോണിക് എഫക്ട് എന്ന് പറയുന്നത്. അതായത് റേഡിയേഷൻസിന്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് നീണ്ടു നിൽക്കുന്ന ദീർഘകാലം നീണ്ടു നിൽക്കുന്ന എഫക്ട്സിൽ പെടുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്ന റിസ്ക് എന്ന് പറയുന്നത് സ്കിന്നിനാണ് അല്ലെ? സ്കിന്നിന് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? സ്കിന്നിന്
ഹെയർ ലോസ്, ബ്രിട്ടിൽനെസ്, ഹെയർ ലോസ് ആവുന്നു. ഹെയർ ലോസ് എന്ന് പറയുന്നത് എന്താ? ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത് ഹെയർ ലോസ്, മുടി കൊഴിച്ചിൽ, അതേപോലെ ബ്രിട്ടിൽനെസിന്റെ നഖം ഇങ്ങനെ പൊട്ടിപ്പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ, നമ്മുടെ നഖങ്ങള് പൊടിഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന സിറ്റുവേഷൻസ്, സ്കിൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എഫക്ട്സുകളാണ്. ഇനി ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വരുന്നുണ്ട്? ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് അനീമിയ, ലുക്കീമിയ. അനീമിയ എന്താണ്? ലക്ഷ അല്ലെ? അത് നമ്മൾ സിവിയർ എഫക്റ്റിലും വരുന്നുണ്ട് അല്ലെ? സിവിയർ എഫക്റ്റിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ ലോങ് ടൈം എഫക്ട്സിലും എന്തുണ്ട്? അനീമിക് ആവുന്നുണ്ട്. നെക്സ്റ്റ് ലുക്കീമിയ. ലുക്കീമിയ എന്താണ്? ലുക്കീമിയ രക്താർബുദം കേട്ടിട്ടുണ്ടോ? രക്താർബുദം, യെസ്, ലുക്കീമിയ. അപ്പൊ ബ്ലഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ്, ഒന്ന് അനീമിയ ആണ്, ലുക്കീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐ റിലേറ്റഡ് ആയിട്ട്, കണ്ണ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെ എഫക്ട്സ് സംഭവിക്കുന്നുണ്ട് കണ്ണ് റിലേറ്റഡ് ആയിട്ട്? കാറ്ററാക്ട് എന്ന് പറയുന്നത് എന്താണ്? കാറ്ററാക്ട് എന്ന് പറയുന്നത് യെസ്, തിമിരം അല്ലെ? തിമിരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ എന്താണ്? അതേഴ്സ്, മറ്റ് എഫക്ട്സുകൾ എന്ന് സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? സ്റ്റെറിലിറ്റി, ഒബീസിറ്റി ആൻഡ് ക്യാൻസർ. സ്റ്റെറിലിറ്റി എന്താണ്? വന്ധ്യത അല്ലെ? ഒബീസിറ്റി എന്താണ്? പൊണ്ണത്തടി അല്ലെ? അമിതമായ ഭാരം സംഭവിക്കുന്നത് ഒബീസിറ്റി. ദെൻ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളാണ് ഈ ക്രോണിക് എഫക്റ്റ് ആയിട്ട് റേഡിയേഷന്റെ, അമിത റേഡിയേഷൻ പോലെ ഉണ്ടാകുന്ന ക്രോണിക് എഫക്ട്സിൽ വരുന്നതാണ് എന്താ? സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ബ്ലഡ് റിലേറ്റഡ് ഇഷ്യൂസ്, ഐ റിലേറ്റഡ് ആൻഡ് അതേഴ്സ്. ഒന്ന് വായിച്ചു നോക്കി, ക്രോണിക് എഫക്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തുമൂലം സംഭവിക്കും? സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ വന്ധ്യത. ഓക്കെ, ഇത് എല്ലാ പേഷ്യൻസിനും ഒരേപോലെ സംഭവിക്കുന്നതാണ് ഈ ഒരു ക്രോണിക് എഫക്റ്റ്? എല്ലാ പേഷ്യൻസിനും ഒരേപോലെ ആയിരിക്കോ? ഈ ഫലങ്ങളെല്ലാം തന്നെ ഓരോ രോഗിയും വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുന്നത്. ഈ സിറ്റുവേഷൻസുകൾ ഉണ്ടാക്കിയെങ്കിലും എന്താണ്, ഓരോ പേഷ്യൻസിനും അതിന്റെ അളവിൽ ചിലപ്പോൾ വ്യത്യസ്തം ഉണ്ടായിരുന്നു. ഓക്കെ, മാത്രമല്ല ഉയർന്ന വികിരണങ്ങൾ മൂലമാണ് ഇത്തരം സിറ്റുവേഷൻസ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ലോങ് ടേം എഫക്റ്റ് അല്ലെങ്കിൽ ക്രോണിക് എഫക്റ്റ് എന്ന രീതിയിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും നന്നായി പഠിക്കുക. മനസ്സിലായോ അത്? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെഗുലേറ്ററി ബോർഡാണ്. നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസും കാര്യനിർവഹണങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിന്റെ റെഗുലേറ്ററി ബോർഡ്, അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ആണവ നിലയങ്ങളുടെ റേഡിയേഷൻ വികിരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യനിർവഹണം നടത്തുന്നതിന് ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? AERB അഥവാ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആണിത്. ഏതാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. AERB. റേഡിയോളജി റെഗുലേറ്ററി ബോർഡിന്റെ പേര് എന്താണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. AERB. അതിന്റെ എക്സ്പാൻഷനും ഷോർട്ട് ഫോമും പഠിക്കണം കേട്ടോ. യെസ്, ഇതൊരു വിദഗ്ധമായിട്ടുള്ള അതോറിറ്റിയാണ് അല്ലെ? അതൊരു പ്രൊഫഷണൽ അതോറിറ്റിയാണ്. ആസ് എ റെഗുലേറ്ററി ബോർഡ് ഫോർ, ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആസ് എ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാന്റിംഗ്, റിന്യൂവൽ, വിത്ഡ്രോവൽ ആൻഡ് റിവോക്കേഷൻ കൺസേൺ ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. അതായത് എല്ലാ റേഡിയോളജി നിലയങ്ങൾക്കും എന്താണ് അനുമതി കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് റെഗുലേറ്ററി ബോർഡ് അല്ലെങ്കിൽ AERB ഉള്ളത്. അതായത് അനുമതി, ഗ്രാന്റിംഗ് അല്ലെ? അതായത് അവിടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും, റിന്യൂവൽ അതുമായി ബന്ധപ്പെട്ട് പുതുക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല എക്സ്പാൻഡ് ഏരിയാസ് ഒക്കെ എക്സ്പാൻഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലെ?
അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട റിന്യൂവൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പുതുക്കുന്ന നടപടിക്രമങ്ങളെ കുറിച്ച്, വിഡ്രോവലിനെ കുറിച്ച്, എന്തെങ്കിലും കാര്യങ്ങൾ പിൻവലിക്കുന്നതിനെ കുറിച്ച്, റീവോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ അസാധുവാക്കുക, ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ അസാധുവാക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിയന്ത്രണങ്ങളും, അതായത് ARV എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആണവ നിലയങ്ങളുടെയും വികിരണങ്ങളുടെയൊക്കെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ഇന്ത്യയുടെ ആണവ സുരക്ഷാ റെഗുലേറ്ററി ബോർഡാണ് എന്ത് AERB എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം എല്ലാ ഹോസ്പിറ്റൽസുകളും മറ്റ് കമ്പനീസുകളും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം റേഡിയേഷൻ പ്രൊസീജിയേഴ്സ് ഉള്ള വികിരണങ്ങളും ആണവ നിലയങ്ങളുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ എന്താണ് ഈ റെഗുലേറ്ററി ബോഡിയുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ഇതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു ഏജൻസിയാണ് എന്ത് അറ്റോമിക് എനർജി ആൻഡ് റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കി. റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള അനുമതിയും റിനൂവലും വിഡ്രോവലും കൺസേൺസ് റിവോക്കേഷൻസ് ഒക്കെ കൊടുക്കാനുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ് എന്ത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? റിവോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റിവോക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അസാധുവാക്കൽ, അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഇവിടെ നിങ്ങൾ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, റേഡിയേഷൻ ഫെസിലിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി ബോർഡ് ഏതാണെന്നുള്ളത് ചോദ്യം ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ആൻസർ എന്താണ് വരുന്നത്? AERB ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് എടുക്കട്ടെ. ഇനിയും ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഇനിയും ടെക്സ്റ്റ് ബുക്കും ഗൈഡും വാങ്ങിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാരും വാങ്ങിച്ചിട്ടുണ്ടോ? കിട്ടില്ല. എക്സാമിന് തൊട്ട് മുന്നായിട്ട് എന്തായാലും നിർബന്ധമായിട്ട് ടെക്സ്റ്റ് വേണം കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടാവായിരിക്കും, അപ്പൊ നിർബന്ധമായിട്ട് വാങ്ങിക്കണം കേട്ടോ. ശരി, നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ഏരിയ നോക്കാം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഡയഗ്നോസ്റ്റിക് ഏരിയ എങ്ങനെയാണ് നിങ്ങൾ അതിന്റെ അകത്ത് കണ്ടിട്ടുണ്ടാവും അല്ലെ? എക്സ്റേ റൂമിന്റെ അകത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. CT സ്കാൻ ചെയ്യുന്നത്, MRIയുടെ അകത്തൊക്കെ എക്സ്റേ എന്തായാലും മിക്കതും കേട്ടിട്ടുണ്ടാവും അല്ലെ? എക്സ്റേ എടുക്കാനെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ? പുറത്തുനിന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്. എന്താണ് ആ ഒരു ഡയഗ്നോസ്റ്റിക് ഏരിയയുടെ പ്രത്യേകത? നമ്മുടെ സാധാരണ ഒരു റൂംസിനെ പോലെയാണ്, സാധാരണ ഒരു നോർമൽ റൂമിനെ പോലെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആണോ? അല്ല അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ പ്രത്യേകിച്ച് റേഡിയേഷൻ ഫെസിലിറ്റീസ് സൗകര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യസ്തത ഇതിൽ അനുഭവപ്പെടുന്നു. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റേഡിയോളജി റൂംസ് ആർ scheduled so that people cannot come 1 meter from its outside walls. റേഡിയോളജി റൂംസ് ആർ scheduled എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു മീനിങ് ആണ് അല്ലെ? അതായത് നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഒരുപാട് അകലത്തിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത് അല്ലെ? കാഷ്വാലിറ്റിയുടെ അടുത്ത് തന്നെ എങ്കിലും എന്താണ് മറ്റു ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കങ്ങളും ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിനങ്ങനെ പറയുന്നത്. എന്താണ്? സ്കെൽറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന റൂംസുകളാണ്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലാണ് ഇത് വരുന്നത്. Then, so that people cannot come 1 meter from its outside walls. ഇവിടെ എന്താ സൂചിപ്പിക്കുന്നത്? People cannot come 1 meter from its outside walls എന്ന് പറയുന്നത് എന്താ? ഔട്ട്സൈഡ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറം ഭിത്തികൾ അല്ലെ? ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് 1 meter എന്ന് സൂചിപ്പിക്കുന്നത്?
എത്രത്തോളം മാറിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ? ആളുകൾ എത്രത്തോളം മാറിയിരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്? 1 മീറ്റർ അകലെ ആയിരിക്കണം മാറിയിരിക്കേണ്ടത് അല്ലെ? 1 മീറ്ററെങ്കിലും അകലെ ആയിരിക്കണം ആളുകളെ സിറ്റുവേറ്റ് ചെയ്യേണ്ടത് ആ റേഡിയോളജി റൂംസിൽ നിന്ന്. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? എന്ത് ഏൽക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? യെസ്, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ? ഓക്കെ, യെസ്. Then നെക്സ്റ്റ് നോക്കുന്നത് the windows are avoided to lessen the penetration of radiation in the nearby area. നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് അതിനകത്ത് വിൻഡോസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വിൻഡോ ഉണ്ടാവാറുണ്ടോ? ജനാലകൾ ഉണ്ടാകാറുണ്ടോ? ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? അതൊരു ഡാർക്ക് റൂം ആയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എക്സ്റേ റൂംസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡാർക്ക് റൂമുകളായിരിക്കും. അതായത് ലൈറ്റ്സിന്റെ എക്സ്പോഷർ ഉണ്ടെങ്കിൽ എക്സ്റേസുകൾ നശിച്ചു പോകും അല്ലെ? ലൈറ്റിന്റെ എക്സ്പോഷർ വന്നാൽ എക്സ്റേസുകൾ നശിച്ചു പോകാൻ കാരണം. അതുകൊണ്ട് തന്നെ അത് ഡാർക്ക് റൂമിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല ഇവിടെ എന്താ പറയുന്നത്? The windows are avoided to lessen the penetration of radiation in the nearby area. That is penetration of radiation എന്ന് പറയുന്നത് എന്താണ്? penetration. എന്താണ് penetration? penetria എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റേഡിയേഷൻ വികിരണങ്ങൾ നമ്മളിലേക്ക് തുളഞ്ഞു കയറാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അല്ലെങ്കിൽ തുളച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മള് ആ ഒരു ഭാഗത്തെ യാതൊരു വിധത്തിലും വിൻഡോസുകൾ അലോ ചെയ്യുന്നില്ല. ഓക്കെ, അതായത് റേഡിയേഷൻ വികിരണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ വിൻഡോസുകൾ അവോയ്ഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. ആ ഒരു രീതിയിലായിരിക്കും ആ റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. Then all walls and doors to be painted washable paints of good quality. All walls and doors to be painted washable paints of good quality. ഇതിന്റെ ഭിത്തികൾ നമ്മൾ എങ്ങനെയായിരിക്കും പെയിന്റ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയുള്ള പെയിന്റ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? എങ്ങനെയുള്ള പെയിന്റ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്നത്? കഴുകാൻ പറ്റുന്നതാണ്. ഗുഡ് ക്വാളിറ്റി ഉള്ള പെയിന്റ്സ് ആയിരിക്കും അല്ലെ? അതായത് നമുക്കറിയാമല്ലോ, റേഡിയേഷൻ ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അതിനാൽ തന്നെ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള വാഷബിൾ ആയിട്ടുള്ള പെയിന്റ്സ് ആയിരിക്കും നമ്മൾ. അത് വാഷബിൾ മീൻസ് അത് നമുക്ക് എന്താണ്, അതൊക്കെ ക്ലീനിങ്ങിന്റെ പർപ്പസുമായി ബന്ധപ്പെട്ട് അത് ക്ലീൻ ചെയ്യാറുണ്ട്. ആ ഒരു റൂംസ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ്, നോർമൽ ഉള്ള ഒരു പെയിന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? അത് പൊടിഞ്ഞു പോകാനും അല്ലെങ്കിൽ ആ പെയിന്റ്സ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പെയിന്റ്സ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് ഡോർസിനൊക്കെ എന്താണ്, അത് കൃത്യമായിട്ട് നമുക്കത് വാഷബിൾ ആകുന്ന രീതിയിലായിരിക്കും നമ്മൾ. പ്രത്യേകിച്ച് ഗുഡ് ക്വാളിറ്റീസ് ഉള്ള പെയിന്റിങ്ങിന് എന്തായിരിക്കും, നല്ല രീതിയിൽ മെയിൻ്റനൻസ് നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഗുഡ് ക്വാളിറ്റി പെയിന്റ്സ് മാത്രമാണ് അവിടെ വാൾസിനും ഡോർസിനും ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്. നെക്സ്റ്റ് വരുന്നത് as per the Bhabha Atomic Research Centers in Mumbai, the walls of the radiography room should be 9 inches thick in concrete wall or 40 inches thick in brick masonry walls. Brick എന്നാണ് കേട്ടോ അവിടെ, BRICK. brick എന്നാണ് ഇവിടെ, സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ. തിക്ക് ബ്രിക്ക് എന്നാണ്. ഓക്കെ, യെസ്. എന്താണ് ബാർക്ക് എന്ന് പറയുന്നത്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. കേട്ടിട്ടുണ്ടോ ഇത്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിനെ കുറിച്ചിട്ട്? ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ചിലപ്പോൾ ശരിയായിരിക്കും, PDF-ല് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ബാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ് ഇത് മുംബൈയിലാണുള്ളത്. അവിടുത്തെ റേഡിയോഗ്രാഫി വാൾസ് എന്ന് പറയുമ്പോൾ അതായത് ഏകദേശം ഒരു 9 inches തിക്നെസ് ഉള്ള, 9 inches മുതൽ ഒരു 40 inches തിക്നെസ് ഉള്ള ബ്രിക്സോ മാസണറി വാൾസ് ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര തിക്നെസ്സിൽ ഈ വാൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും തിക്നെസ് ആയിട്ട് വാള് ക്രിയേറ്റ് ചെയ്യുന്നത്? ആഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ആഡിക്കേറ്റ് റേഡിയേഷൻ ഷീൽഡിങ് ആൻഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ വാൾസുകളിൽ അത് എന്താണ് തിക്നെസ് കൂട്ടി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് 9 inches മുതൽ ആ റൂംസിൽ 14 inches വരെ തിക്സിലായിരിക്കും ആ വാളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആഡിക്കേറ്റ് ആയിട്ട് നമ്മുടെ ആ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലെ വാൾസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
അത് ഈ ബാർക്ക് എന്ന അറ്റോമിക് റിസർച്ച് സെന്റേഴ്സിന് നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ റൂംസുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം എത്ര മുതൽ ഇഞ്ചസ് ആണ്? 9 ഇഞ്ചസ് തിക്നെസ് മുതൽ കോൺക്രീറ്റ് വാളുകളോ അല്ലെങ്കിൽ 14 ഇഞ്ചസ് വരെയുള്ള ബ്രിക്സ് മാസണറി വാൾസുമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ അതിനെ തയ്യാറാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ പാർക്കിന്റെ എക്സ്പാൻഷന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പാർക്ക് ഒന്ന് നോട്ട് ചെയ്യാം. ചില സമയത്ത് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ബാർക്ക് അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ് ചിലപ്പോ അതിന്റെ പ്ലേസ് ചോദിക്കാറുണ്ട്. മുംബൈയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പിള്ളേരെ? യെസ്. Then next point, keep minimum furniture. Keep bricks also എന്താണ്? ബ്രിക്സ് എന്താണോ? ബ്രിക്സ് എന്താന്ന് അറിയില്ലേ? ബ്രിക്സുകള് ഇഷ്ടിക്ക. നമ്മുടെ ഇവിടെയുള്ള നോർമലി പോലത്തെ അല്ല, കുറച്ചും കൂടി തിക്നെസ് കൂടിയ ടൈപ്സ് ഇഷ്ടികകളായിരിക്കുള്ളത് കേട്ടോ. കാരണം ബ്രിക്സ് മാസണറി വാൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു റേഡിയോ ഇനിയിപ്പോ എക്സ്റേ എടുക്കാൻ കയറുന്ന സമയത്ത് നമ്മൾ അതിന്റെ അകത്ത് ഒരുപാട് ഫർണിച്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപാട് ഫർണിച്ചർ അതിനകത്ത് ഉണ്ടായിരിക്കോ? നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് അതിനകത്ത്? ഒരു എക്സ്റേ റൂമിനകത്ത് കയറുകയാണെങ്കിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവും? ഒരു കോർണറിലായിട്ട് നമ്മൾ എക്സ്റേ മെഷീൻ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു കോർണറിൽ എക്സ്റേ മെഷീൻ ഉണ്ടായിരിക്കും. ചിലപ്പോ ഒരു ടേബിളും ചെയറും അത് കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടായിരിക്കും അല്ലെ? യെസ്, ഇത്രയും മാത്രമാണ് കണ്ടിട്ടുള്ളത്. അത് ടേബിളും ചെയറും എവിടെയായിരിക്കും ഉണ്ടാവുക? ടേബിളും ചെയർ, അതായത് ഓൾട്ടർ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റേഡിയോഗ്രാഫേഴ്സ് ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണോ? ഈ എക്സ്റേ മെഷീൻ ഇരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ റേഡിയോഗ്രാഫേഴ്സ് ഇരിക്കുന്നത്? അല്ല, അതിനൊരു കോർണർ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? സെപ്പറേറ്റഡ് ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തൊരു കോർണർ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഇരുന്നിട്ടാണ് ഇവർ ചെയ്യുന്നത് അല്ലെ? എന്തുകൊണ്ടാണ്? അവർക്കും റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. യെസ്, അത് ഏതുതരം ഫർണിച്ചേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഒരുപാട് ഫർണിച്ചേഴ്സ് അവിടെ എടുത്തു കഴിഞ്ഞാലും അതിനെല്ലാം തന്നെ വികിരണങ്ങൾ കാരണം കേടുപാടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ ഇത്തരം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അകത്തേക്ക് എക്സ്റേ റൂംസുകളിലൊക്കെ തന്നെ എന്താണ് മിനിമം ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ഫർണിച്ചേഴ്സ് അവിടെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, യെസ്. Then provide ventilation fume hoods. Provide ventilation fume hoods. നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടെ വിൻഡോസ് അലൗഡ് അല്ല എന്ന് പറഞ്ഞല്ലേ? പക്ഷെ നമുക്ക് എന്താണ് ഈ ഹ്യൂംസുകൾ അല്ലെങ്കിൽ പുകപട റേഡിയേഷൻ വികിരണങ്ങൾ മൂലം ഉണ്ടാകുന്ന ഹ്യൂംസ് അല്ലെങ്കിൽ ഒരു പുക അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇതിനെ പുറന്തള്ളേണ്ട ആവശ്യമുണ്ടോ? പുറന്തള്ളേണ്ട ആവശ്യമുണ്ടോ? അവിടെ തന്നെ തങ്ങി നിന്നാൽ മതിയോ? റൂമിൽ തന്നെ തങ്ങി നിന്നാൽ മതിയോ? പുറന്തള്ളേണ്ട ആവശ്യമുണ്ടത്? ഉണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇവിടെ ഫ്യൂം ഹുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഫ്യൂം ഹുഡ്സുകൾ എന്ന് പറയുന്നത് എന്താണ്? അപകടകരമായിട്ടുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള പുകകള് അല്ലെങ്കിൽ മറ്റു വാതകങ്ങള് അല്ലെങ്കിൽ ഗ്യാസസ് അല്ലെങ്കിൽ കണികകള് എന്നിവ നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വായു സഞ്ചാരമുള്ള ഒരു ചുറ്റുപാടാണ് എന്ത്? ഫ്യൂം ഹുഡ്സുകൾ എന്ന് പറയുന്നത്. നമ്മുടെ എക്സോസിസ്റ്റംസ് ഇല്ലേ? എക്സോസിസ്റ്റംസ് പോലെ തന്നെ ഇത്തരം കഠിനമായിട്ടുള്ള വാതകങ്ങള് അല്ലെങ്കിൽ പുക, കണികകൾ എന്നിവയെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? ഫ്യൂം ഹുഡ്സുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചുറ്റുപാടുകളാണത്. ഓക്കെ, അതായത് നമ്മുടെ എക്സോസ് സിസ്റ്റം പോലെ തന്നെയാണ് ഇതും പുറന്തള്ളപ്പെടുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സ്. അപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്താണ് ഇത്തരത്തിൽ ഫ്യൂം ഹുഡ്സ് സംവിധാനങ്ങളും ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യം. അടുത്ത പോയിന്റ്, install an X-ray machine in the corner so that there is enough moving space. Install an X-ray machine in the corner so that there is enough moving space. അപ്പൊ അതിനൊന്ന് നോക്കിയേ നിങ്ങൾ എന്താ പറയുന്നത് അവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്സ്റേ മെഷീൻസ് എവിടെയായിരിക്കും ആ റൂമിൽ നമ്മൾ ഇടുന്നത്? ഒരു കോർണർ സ്പേസിലായിരിക്കും ഇടുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇടാൻ കാരണം? ഒരു കോർണറിൽ ഇടുന്നത് എന്തുകൊണ്ടാണ്?
കോർണർ സ്പേസസിൽ ഇടാൻ കാരണം എന്താ? മൂവിങ് സ്പേസസ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, മൂവിങ് സ്പേസസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു എക്സ്റേ മെഷീൻസ് ഒരു കോർണറിൽ മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ആ ഒരു മെഷീൻ എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള മെഷീൻസ് ആണ് അല്ലെ. അത്തരം വലിപ്പമുള്ള മെഷീൻസിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റ് ഫർണിച്ചേഴ്സ് ഒന്നും നമ്മൾ അവൈലബിൾ ആക്കാത്തത് തന്നെ കാരണം എന്താണ്? ആ വികിരണങ്ങൾ അതിൽമേൽ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഒരു കോർണറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. മാത്രമല്ല മൂവിങ് സ്പേസസ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം മെഷീൻസുകൾ ആ റൂമിന്റെ ഒരു കോർണറിലായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, then the flooring should be able to support a load of heavy machine, particularly if the lab is built on top floors. The flooring should be able to support a load of heavy machines, particularly if the lab is built on the top floors. എന്താ പറയുന്ന ഈ ഒരു പോയിന്റില് ഈ മെഷീൻസിന്റെ ഒക്കെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഹെവി വെയിറ്റ്സ് ഉള്ള മെഷീൻസ് ആണല്ലേ. എക്സ്റേ ആണെങ്കിലും സിറ്റ് ആണെങ്കിലും MRI ഒക്കെ ആണെങ്കിലും എന്താണ്? ഹെവി മെഷീൻസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പറ എങ്ങനെയുള്ളതായിരിക്കണം? അത്തരം മെഷീൻസിനെ താങ്ങാനുള്ള കെൽപ്പുള്ള മെഷീൻ ഫ്ലോറിംഗ് സംവിധാനമായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. അതായത് വെയിറ്റ് താങ്ങാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ഫ്ലോർസുകൾ ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് വരുന്നത്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലോർ ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, യെസ്. കാരണം ഹെവി മെഷീൻസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ തറകൾക്ക് അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഗുഡ് ക്വാളിറ്റി ഫ്ലോറിംഗ് ആയിരിക്കണം അവിടെ തയ്യാറാക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ്. നമ്മൾ പറഞ്ഞത് ഡയഗ്നോസ്റ്റിക് ഏരിയ എങ്ങനെയാണെന്നാണ്. റേഡിയോളജി ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്നത് പ്രത്യേകിച്ച് എന്താണ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ. അതായത് പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലെ ആയിരിക്കണം ആളുകൾ ഇരിക്കേണ്ടത്. പിന്നെ എന്താണ്? വിൻഡോസസ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ റേഡിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വിൻഡോസ് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ വളരെ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള വാഷബിൾ ആയിട്ടുള്ള പെയിന്റ്സ് ആയിരിക്കും നമ്മൾ ഓൾ വാൾസിനും ഡോർസിനൊക്കെ ഉപയോഗിക്കുന്നത്. പാർക്കിന്റെ അല്ലെങ്കിൽ ഭാമ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ് മുംബൈയിലുള്ളവരുടെ റേഡിയോഗ്രാഫി റൂംസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 9 ഇഞ്ചസ് തിക്ക് കോൺക്രീറ്റ് വാൾസും 14 ഇഞ്ചസ് ഉള്ള മാസണറി വാൾസും ആണ് നമ്മുടെ റേഡിയോഗ്രാഫി റൂംസുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ മിനിമം ഫർണിച്ചേഴ്സ് മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ദെൻ വെന്റിലേഷൻ ഫ്യൂ ഫുഡ്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് വികിരണങ്ങൾ അല്ലെങ്കിൽ പൂക്കപടലങ്ങളൊക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഫ്യൂ ഫുഡ്സുകൾ എക്സോ സിസ്റ്റം പോലെയുള്ള ഒരു ഫ്യൂ ഫുഡ്സുകൾ സ്ഥാപിച്ചിരിക്കണം. പിന്നെ എക്സ്ട്രാ മെഷേഴ്സ് നമ്മൾ കോർണറിലായിരിക്കും നമ്മൾ ഇതിനെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. മൂവിങ് സ്പേസസ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്ലോറുകൾ എന്ന് പറയുന്നത് വളരെ ഗുഡ് ക്വാളിറ്റീസ് ഉള്ള ഫ്ലോറുകളാണ്. കാരണം ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലോറുകൾ ആയിരിക്കണം ആ ഡയഗ്നോസ്റ്റിക്സ് ഏരിയയിൽ വരേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവരും? യെസ്. നമുക്ക് റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് നോക്കാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ആൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്യാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Is defined by International Atomic Energy Agency as the protection of the people from injuries, effective exposure to ionizing radiation and the means for attaching this. Okay, radiation protection എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അയണൈസിംഗ് റേഡിയേഷനിൽ നിന്നുള്ള അല്ലെങ്കിൽ അയണൈസിംഗ് റേഡിയേഷൻ നടത്തുന്ന ആളുകൾക്ക് ഇഞ്ചുറീസോ എന്തെങ്കിലും തരത്തിലുള്ള എഫക്ട്സുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഏജൻസിയാണ്? ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പ്രകാരം പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇഞ്ചുറീസ്, എഫക്ട് ഓഫ് എക്സ്പോഷർ ടു അയണൈസിംഗ് റേഡിയേഷൻ. എന്താണ്? അയണൈസിംഗ് റേഡിയേഷൻ നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാഫുകൾക്ക്
ഇഞ്ചുറീസ് എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഇഞ്ചുറീസോ എഫക്ട്സോ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്നും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ നമ്മൾ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇത് ആരുമായി ബന്ധപ്പെട്ടതായിരിക്കും ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്? Which is the protection of workers in the circumstance where the exposure is directly connected to their work. അപ്പൊ ആരെയാണ് ഇവിടെ ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉൾപ്പെടുന്നത്? വർക്കേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ 3 types ഓഫ് പ്രൊട്ടക്ഷൻ ഇവിടെ ഒന്ന് ഹെഡിങ് കൊടുത്തു കേട്ടോ. ഇവിടെ ഒരു ഹെഡിങ്ങിൽ ഒന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ഹെഡിങ് കൊടുക്കുക. 3 types ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊന്ന് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സുമായി ബന്ധപ്പെട്ട്, അതായത് അവരാണ് ഏറ്റവും കൂടുതൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നേരിട്ട് സമ്പർക്കം വരുന്നത്. ഓക്കെ, അപ്പൊ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ധാരാളം പ്രൊവൈഡ് ചെയ്യുന്നത് അറ്റോമിക് എനർജി ഏജൻസി ആണ് കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇതാരായിരിക്കും? ഇത് ആർക്ക് വേണ്ടി ആയിരിക്കുള്ളൂ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? Which is the protection of patients. Okay, very good. Yes, patient exposed to radiation as part of their diagnosis or treatment. അല്ലേ, അതായത് രോഗനിർണയം നടത്തുന്ന സമയത്തോ അവർക്ക് രോഗികൾക്ക് കൊടുക്കുന്ന, അതായത് എക്സ്റേ ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്ത്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഡയഗ്നോസിസിന്റെ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ് എന്ത്? മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒക്യുപ്പേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വർക്കേഴ്സിനും അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആർക്കാണ്? പേഷ്യൻസിന്. അടുത്തത് ആർക്കാണ്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ആർക്ക് വേണ്ടിയിട്ടാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? യെസ്, ഓഫ് കോഴ്സ്, പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് അല്ലേ. യെസ്, which is the protection of individual members of the public and of the population in general. അല്ലെ, ഇൻഡിവിജ്വൽസിനും പേഷ്യൻസിനും പൊതുജനങ്ങൾക്കും ഓരോ ഇൻഡിവിജ്വൽസിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് എന്ത്? പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ റേഡിയേഷൻ പ്രൊട്ടക്ഷന്റെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താ? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അയനൈസിംഗ് റേഡിയേഷനിൽ നിന്നുള്ള എല്ലാത്തരം എഫക്ട്സുകൾക്കും ഇഞ്ചുറീസിനും ഒക്കെ എന്താണ് കാരണമാകുന്നത്. അതിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണ് എന്താ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: ഒക്യുപ്പേഷണൽ, മെഡിക്കൽ ആൻഡ് പബ്ലിക്. ഒക്യുപ്പേഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുമായി ബന്ധപ്പെട്ട്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഒരു ഡയഗ്നോസിസ് പീരീഡ്, ട്രീറ്റ്മെന്റ് പീരീഡിൽ ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സമ്പർക്കം മൂലമുണ്ടാകുന്ന റേഡിയേഷൻ പ്രൊട്ടക്ഷന് വേണ്ടി. പബ്ലിക് പബ്ലിക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാം. മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർ പ്രൊട്ടക്ഷൻ. മെഷേഴ്സ് ടു ബി ടേക്കൻ ഫോർ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോന്നും നമ്മൾ എടുക്കേണ്ട മെഷേഴ്സ് അല്ലെങ്കിൽ അതിന്റെ കരുതൽ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഫോർ പേഷ്യന്റ് എന്നാണ് കേട്ടോ. ഇവിടെ ടെക്സ്റ്റിൽ തെറ്റാണ്, ഈ പ്രിന്റിൽ തെറ്റാണ്. ഫോർ പബ്ലിക് എന്നാണ് എടുക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫോർ പേഷ്യന്റ് എന്നാണോ? ഫോർ പേഷ്യന്റ് എന്നാണോ? യെസ്, ഓക്കെ. പേഷ്യൻസിന് ആ ഒരു പ്രൊട്ടക്ഷനുമായി നമ്മൾ നോക്കേണ്ട മെഷേഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? optimization of X-ray or CT dose, shielding of patient parts, periodic calibration of machines and quality control, reduce the time spent near the X-ray source. First one നോക്കാം. നമ്മളത് പേഷ്യൻസിന് വേണ്ടിയുള്ള സേഫ്റ്റി മെഷേഴ്സുകളാണ് നോക്കുന്നത് കേട്ടോ, പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT dose. എന്താ പറയുന്നത്? ഒപ്റ്റിമൈസേഷൻ അതായത് കൃത്യമായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു അളവിലായിരിക്കണം എന്ത് കൊടുക്കേണ്ടത്?
CT ഡോസേജസുകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന റേഡിയേഷൻ ഡോസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അളവിൽ, അതായത് കറക്റ്റ് അളവിൽ മാത്രമായിരിക്കും ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ ഡോസേജ് കൊടുക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ അത് അവരുടെ ഹെൽത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതായത് എക്സസൈസസ് ഒരുപാട് ആയി കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ഡോസ് കൂടി കഴിഞ്ഞാൽ അതിന്റെ എഫക്ട്സുകൾ നമ്മുടെ ശരീരത്തിലാണ് സംഭവിക്കുന്നത്. ഓക്കെ, എസ്പെഷ്യലി പേഷ്യൻസിന്, സ്റ്റാഫിനും ഒരേപോലെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ എക്സ്റേയുടെയും CTയുടെയും ഡോസസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഉത്തമമായ അളവിൽ അത് കുറച്ചായിരിക്കണം കൊടുക്കേണ്ടത്, ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കണം അളവ് ഇടേണ്ടത്. നമുക്കറിയാം, നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മളെ ഷീൽഡ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മള് അവര് തരുന്ന ഒരു വസ്ത്രമാണ് അല്ലെങ്കിൽ അവര് തരുന്ന ഒരു റോപ്സ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അതിട്ടിട്ടല്ലേ നമ്മള് എക്സ്റേ എടുക്കുന്നത്. ഒരു ഗൗണോ അല്ലെങ്കിൽ ക്യാപ്സ് ഒക്കെ തന്നിട്ടായിരിക്കും നമ്മൾ എക്സ്റേ എടുക്കുന്നത്. നമ്മുടെ നോർമൽ ഡ്രസ്സിലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണോ എക്സ്റേ എടുക്കുന്നത്? ആണോ? ഇല്ല, പേരില്ല. പേഷ്യൻസിന് എന്താണ്, ബോഡി പാർട്സുകളെല്ലാം തന്നെ നമ്മൾ ഒരു ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഗൗൺ ഉപയോഗിച്ചുകൊണ്ട് മറച്ചു വയ്ക്കും. അപ്പൊ നമ്മുടെ കൈയുടെ എക്സ്റേ ആണ് എടുക്കണമെങ്കിൽ എന്താണ്, കൈയുടെ എക്സ്റേ ആണ് എടുക്കണമെങ്കിൽ ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. കൈ മാത്രമായിരിക്കും ഓപ്പൺ ചെയ്തിരിക്കുക അല്ലെ. ആ കൈ മാത്രമായിട്ട് നമ്മൾ എക്സ്റേ എടുക്കുന്ന സ്പേസസിൽ വെച്ച് കൊടുക്കണം. ബാക്കി ഫുൾ ബോഡീസ് എന്തായിരിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്? നമുക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഷീൽഡിംഗ് ആണ് അല്ലെ. അതായത് മറ്റു ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആ വികിരണങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പേഷ്യൻസിന്റെ ബോഡി പാർട്സുകൾ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. എന്താണ് പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്? നമ്മൾ ഈ എക്സ്റേ മെഷീൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? മെഷീൻസിന്റെ ക്വാളിറ്റീസ് റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതായത് അതിന്റെ ക്വാളിറ്റീസ് ഒക്കെ കറക്റ്റ് കൺട്രോളിലാണോ, അല്ലെങ്കിൽ മെഷീൻ പുറപ്പെടുവിക്കുന്ന എക്സ്പോഷർ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഡോസേജസ് ഒക്കെ കറക്റ്റ് രീതിയിലാണോ പുറപ്പെടുവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് റെഗുലർ ഇന്റർവെൽസിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലും ഡാമേജസോ റിപ്പയറിംഗ് അതിനുണ്ടോ എന്ന് കൂടി പീരിയോഡിക് ആയിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്, അത് പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ക്വാളിറ്റി കൺട്രോൾ ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം പേഷ്യൻസ് അതിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ടത്. Reduce the time spent near the X-ray source. Reduce the time spent near the X-ray source. നമുക്ക് ഒരുപാട് സമയം എക്സ്റേയുടെ ടൈമിൽ ആ ഒരു റൂമിൽ ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. നമ്മള് എക്സ്റേ എടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അവിടെ നിന്ന് മാറാറുണ്ട് അല്ലെ. ഉടനെ തന്നെ അധികം സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. എക്സ്റേസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുന്നുണ്ട്. ഇത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ്, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എന്താ പറഞ്ഞത്, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ CT ഡോസസ്. അതിന്റെ ഡോസസുകൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടായിരിക്കണം, ചെറിയ അളവിലായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ പേഷ്യൻസിന്റെ ബോഡി പാർട്സുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ എല്ലാ മെഷീൻ, പ്രത്യേകിച്ച് എക്സ്റേ മെഷീൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അധിക സമയം, പ്രത്യേകിച്ച് നമ്മൾ എക്സ്റേ സോഴ്സസിനടുത്ത് അധിക സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുന്നതല്ല. ഓക്കെ, ഇതാണ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്, സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫോർ സ്റ്റാഫ്സിന്റെ മെഷേഴ്സ് എന്തൊക്കെയാണ്? Adequate distance 3 meter between machines and control panel. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ്റേ മെഷീൻ ഒരു കോർണറിലായിരിക്കും, അത് കൺട്രോൾ ചെയ്യുന്ന ഒരു പാനൽ മറ്റൊരു ഏരിയയിലായിരിക്കും ഉണ്ടായിരിക്കുകയാണ് പറഞ്ഞില്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് കേടുകൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതായത് അവരുടെ ഡിസ്റ്റൻസ് ഇട്ടിരിക്കുന്നത് ഈ വികിരണങ്ങൾക്ക് വിധേയമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 3 meter ഡിസ്റ്റൻസിലെങ്കിലും ഒരു കോർണർ സ്പേസിലായിട്ട് കൺട്രോളിംഗ് പാനൽ വരുന്നത്. ഓക്കെ, then lead apron gloves and boots during the time of positioning the patient. ഇനി നമ്മള് എക്സ്റേ എടുക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റിനൊക്കെയാണ്, അല്ലെങ്കിൽ കാല്, എന്തൊക്കെയാണ്, ഏത് ബോഡി പാർട്സ് ആണെങ്കിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി അവർക്ക് എടുക്കും അല്ലെ. എടുത്തതിന് ശേഷം എന്താണ്, അവരായിരിക്കും നമ്മളെ പൊസിഷൻ ചെയ്ത് തരുന്നത്. ആ പൊസിഷൻ ചെയ്യുന്ന സമയത്ത് അവര് വെയർ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് വെയർ ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് അവരുടെ പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള PPEs ആണ് അല്ലെ. ഏതൊക്കെയാണത്? അപ്രോൺസ്, ഗ്ലൗസ്, ഗൂഗിൾസ്. ഓക്കെ, അപ്രോൺ എന്ന് പറയുന്നത് ഇങ്ങനെ വെയർ ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, അതായത് കണ്ടിട്ടുണ്ടാവും, ഇതിനകത്തോ കയറിയവർക്ക് അറിയാൻ പറ്റും.
പിന്നെ ഗൂഗിൾസ് ധരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ ധരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവരെ പേഷ്യന്റിന് പൊസിഷൻ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ് അവർക്ക് റേഡിയേഷൻ ഏൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, TND, തെർമോലൂമിനൻസെന്റ് ഡോസിമീറ്റേഴ്സ്. നമ്മൾ ഡോസിമീറ്റർ നേരത്തെ ഏതൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഡോസിമീറ്റർ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഡോസിമീറ്റർ എന്താണ്? പഠിച്ചതൊക്കെ അവിടെ വെച്ചാക്കിയാണോ? മറന്നുപോയോ? ഡോസിമീറ്റർ എന്താണ്? എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്റർ ഉപയോഗിക്കുന്നത്? അത് ശരി, പഠിക്കാറില്ലല്ലേ? അപ്പൊ എവിടെയെങ്കിലും പോയി തപ്പിയിട്ട് പറയണ്ട, അറിയാവുന്നത് പോലെ പറഞ്ഞാൽ മതി. റേഡിയേഷൻ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള്. അത് ചിലപ്പോൾ ബാഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് പോക്കറ്റിൽ യൂസ് ചെയ്യാം. എത്രത്തോളം റേഡിയേഷൻ അളവ് അല്ലെങ്കിൽ എക്സ്പോഷർ ആയിട്ടുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. TLD എന്ന് ഉദ്ദേശിക്കുന്നത് തെർമോലൂമിനൻസും ഡോസിമീറ്റേഴ്സും നമ്മളത് പേഴ്സൺസ് അതിനകത്ത് വർക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. ഒരു പീരീഡിൽ എത്രത്തോളം റേഡിയേഷൻ നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡോസിമീറ്റേഴ്സ്. നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇത് പഠിച്ചിട്ടുണ്ട്. നഴ്സസ് വെയർ ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്നതിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോയിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ റേഡിയേഷൻ എക്സ്പോഷർ എത്രത്തോളം അളവായത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് എന്ത് ഉപയോഗിക്കുന്നത്? ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, യൂസേജ് ഓഫ് മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. എന്താണ് അടുത്ത പോയിന്റ്? മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവറി മന്ത്. എന്ത് മോണിറ്റർ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ അല്ലേ? എന്താണ് പറയുന്നത്? റേഡിയേഷൻ എക്സ്പോഷർ എത്രത്തോളം ഏതൊക്കെ അളവിലാണ് അവരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എവറി മന്തിൽ നമ്മൾ എന്താണ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കുന്നത്, മോണിറ്റർ ചെയ്തിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ടും പാലിക്കേണ്ട ഒരു മെത്തേഡാണ് എന്താ റേഡിയേഷൻ എക്സ്പോഷർ. റേഡിയേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു സമ്പർക്കം എത്രത്തോളം അളവിലായിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഓരോ മാസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അതോടെ നോക്കാം, സ്റ്റാഫ് റിലേറ്റഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റാഫ്സുകൾ ആ കൺട്രോൾ പാനലിൽ നിന്നും 3 മീറ്റർ അഡിക്കേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലായിരിക്കണം നിൽക്കേണ്ടത്. നിർബന്ധമായിട്ടും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ, അപ്രോൺസ്, ഗ്ലൗസ്, ഗൂഗിൾസ് ഒക്കെ പേഷ്യന്റിന് പൊസിഷനിങ് ചെയ്യുന്ന സമയത്ത് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ എന്താണ്? നിർബന്ധമായിട്ടും ഡോസിമീറ്റേഴ്സ് ധരിച്ചിരിക്കണം. ഇതിനാണ് അത് ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ ഗിവൻ എ പീരീഡ്. അതായത് റേഡിയേഷൻ എക്സ്പോഷറിന്റെ അളവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോസിമീറ്റേഴ്സ് ഉപയോഗിക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. എല്ലാ മാസവും എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ നമ്മൾ മോണിറ്റർ ചെയ്യുക. ഇതെല്ലാം തന്നെ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നത്. മനസ്സിലായോ? ഫോർ സ്റ്റാഫ്സ് മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഫോർ പബ്ലിക്. ഇത് നമ്മളെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് കൊടുക്കുന്നത്? At a distance from general traffic. At a distance from general traffic എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇത് ജനറൽ ട്രാഫിക്കിലാണെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഒരു റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും സ്ഥാപിച്ചിരിക്കുന്നത്? നമ്മൾ പറഞ്ഞ ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശത്തായിരിക്കുള്ളൂ. അതായത് നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ നിന്നും അല്ലെങ്കിൽ ലബോറട്ടറി ഏരിയയിൽ നിന്നൊക്കെ തിരക്കിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടി ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രദേശത്തായിരിക്കും ഇതിന് ഡിസ്റ്റൻസ് വരുന്നത്. ഒരിക്കലും ആളുകളുമായിട്ട് അധികം സമ്പർക്കം വരുന്ന സമയത്ത് അത്തരം സിറ്റുവേഷൻസിലായിരിക്കും ഇതിന്റെ ലൊക്കേഷൻസ് നമ്മൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നിർബന്ധമായിട്ടും വാർണിംഗ് ബോർഡ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടായി. അതായത് അത് എക്സ്റേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അല്ലെങ്കിൽ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് അറിയിക്കാനായിട്ട് വാർണിംഗ് ബോർഡ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ടായി. നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ. പ്രത്യേകമായിട്ട് എന്താണ്? യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. റേഡിയേഷൻ ഏരിയാസ് പ്രത്യേകമായിട്ട് നമ്മളൊരു യെല്ലോ ഗ്ലോ കളറിലുള്ള ഒരു സൈൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതെന്താണ്? അത് റേഡിയേഷൻ ഏരിയ ആണെന്ന്
വാർണിംഗ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കളർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. Then, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഓഷൻ ഹൈ റേഡിയേഷൻ ഏരിയ. ഇത് വെച്ചിട്ടുണ്ടാവില്ലാതെ ചിലപ്പോൾ ഒരു സ്റ്റാൻഡ് ബോർഡ് പോലെയൊക്കെ താഴെയാണെങ്കിലും വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്? കോഷൻ ഹൈ റേഡിയേഷൻ ഏരിയ എന്ന് ആളുകൾക്ക് അലർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിസിപ്ലിൻ ചെയ്തിരിക്കുന്നത് അല്ലെ. ഇറ്റ് ഈസ് ആൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് lit when the X-ray machine behind the leader door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. അപ്പൊ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോഷൻ റേഡിയേഷൻ ഏരിയ എന്ന് കൊടുത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് അല്ലെ. യെസ്. അതായത് മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന ഒരു സൈൻ ബോർഡ് ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നിർബന്ധമായിട്ടും എക്സ്റേ റൂമിന്റെ പുറത്തായിട്ട് എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? വാർണിംഗ് ലൈറ്റ്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നിർബന്ധമാണ്. മാത്രമല്ല എന്താണ്, നമ്മുടെ ഈ റേഡിയോ അവിടെ അതിനകത്ത് എക്സ്റേ എടുക്കുന്ന സമയത്ത് പുറത്തൊരു കളർ കാണാൻ പറ്റും. ഏത് കളറാണ് നമുക്ക് പുറത്ത് കാണാൻ പറ്റുന്നത്? എക്സ്റേ അതിനകത്ത് എടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പുറത്തിരുന്ന ഏത് കളറിലൂടെ മനസ്സിലാക്കാൻ പറ്റും? റെഡ് കളർ കാണാൻ പറ്റും അല്ലെ. ഇനി പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോൾ റെഡ് കളറാണ് അവിടെ കാണുന്നതെങ്കിൽ അതിനകത്ത് എന്താണ് നടക്കുന്നത്? എക്സ്റേ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, റെഡ് കളർ നമുക്ക് ആ ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് യൂണിറ്റൻഷണൽ എൻട്രി ഇൻടു ദ റൂം വിത്തൗട്ട് വെയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ പുറത്ത് നിന്ന് ആരെങ്കിലും ഒക്കെ റേഡിയേഷൻ അതായത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാം. ചിലപ്പോൾ ചില ആൾക്കാർ എന്താണ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും നോക്കാതെ ചിലപ്പോൾ അതിനകത്തേക്ക് പ്രവേശിക്കുന്നവരുണ്ട് അല്ലെ. അപ്പൊ അത്തരം ആൾക്കാർക്ക് എന്താണ്, ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വാർണിംഗ് സൈൻസ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ എന്താണ്, നമ്മളും എന്തൊക്കെ ധരിച്ചിട്ടുണ്ടായിരിക്കണം? എല്ലാത്തരം പ്രൊട്ടക്ഷൻസും ധരിച്ചിട്ട് വേണം അതിനകത്തേക്ക് നമ്മളും പ്രവേശിക്കാനായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് എക്സ്റേ രശ്മികൾക്ക് നമ്മൾ വിധേയമാക്കാനുള്ള കാരണമായേക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ പെട്ടെന്ന് കയറുന്ന ആൾക്കാർ എന്താണ്, യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതെ ആയിരിക്കും അതിനകത്തേക്ക് പ്രവേശിക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് നേരിട്ട് എന്താണ് എത്രയും പെട്ടെന്ന് എക്സ്പോഷർ പെടാനുള്ള കാരണമായത്. അപ്പൊ അതിൽ നിന്നൊക്കെ അവരെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈൻ ബോർഡ്സുകൾ ബ്രിട്ടീഷ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് മുൻപിലായിട്ട് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ് ഈ ഹൈ റേഡിയേഷൻ ഏരിയ എന്ന രീതിയിൽ ഈ യെല്ലോ കളറിലുള്ള സിഗ്നൽസ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു വാർണിംഗ് സൈൻ ആണ്. ആർക്ക് വേണ്ടിയിട്ടുള്ള? പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള ഒരു വാർണിംഗ് സൈൻസ് ആണ് എന്ത്? ഹൈ റേഡിയേഷൻ ഏരിയ ആയ വേണ്ടി ഒരു ബോർഡ്. ഓക്കെ, ഇത് ബോർഡായിട്ടും കൊടുക്കാറുണ്ട്, നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടും സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. കണ്ടുണ്ടോ? ഇനി നമ്മൾ പറഞ്ഞില്ലേ എക്സ്റേ എടുക്കുന്ന സമയത്ത് പുറത്തായിട്ട് നമ്മൾ റെഡ് കളർ കാണുമെന്ന് പറഞ്ഞില്ലേ. ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും എന്താണ് റെഡ് കളർ ഇല്ലാണ്ടാവും. അതെന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? റെഡ് കളർ ഇല്ലാതാവുന്നത് എന്താണ്? അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സ്റേ എടുത്ത് കഴിഞ്ഞു അല്ലെ. എക്സ്റേ എടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ പ്രൊസീജിയർ കംപ്ലീറ്റഡ് ആണെന്നുള്ളതാണ് റെഡ് സൈൻ ഓഫ് ആവുന്നത്. റെഡ് സൈൻ ആണെങ്കിൽ അത് ഓൾറെഡി ആ ഒരു പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓഫ് ആകുമ്പോൾ അത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ നമുക്ക് പബ്ലിക്കിനും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഉള്ള അലർട്ടേഷൻ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? The last one, the administration must make sure that following. ഒരു കാര്യം കൂടി വിട്ടുപോയി. നമ്മൾ ഈ മെഷേഴ്സ് 3 പേർക്കുള്ള പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുള്ളത് ഇത് പഠിക്കണം കേട്ടോ. പേഷ്യൻസിന് ഏതൊക്കെയാണ്, സ്റ്റാഫിന് ഏതൊക്കെയാണ്, പബ്ലിക്കിന് ഏതൊക്കെയാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ,
then the administration must make sure that following. റേഡിയോളജി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പ് വരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. Enlarging on consenting all radiology department policies and course of action for the radiology department. എന്താണ് ഇവിടെ പറയുന്നത്? റേഡിയോളജി നടപടിക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാത്തരം പോളിസീസും ഫോർമേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് റേഡിയോളജി അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാത്തരം പ്രവർത്തനങ്ങളും എല്ലാ പോളിസീസും അല്ലെങ്കിൽ നയങ്ങള് നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവർ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് എന്താണ്? അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻ ദാറ്റ് ഇൻപേഷ്യന്റ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. ഇവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? വാർഡ് പേഷ്യൻസ് ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഇൻപേഷ്യൻസ് അല്ലെ. നമ്മള് ഇത്തരത്തിലുള്ള അതായത് ഇൻപേഷ്യൻസ് എന്ന് പറയുന്ന ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്ന റേഡിയോളജി സംവിധാനം, ചിലപ്പോൾ ചില പേഷ്യൻസിന് സ്കാനിങ്, റേഡിയോളജി, എക്സ്റേ അല്ലെങ്കിൽ MRI ഇതൊക്കെ ചെയ്യേണ്ട സംവിധാനങ്ങൾ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഒരുപാട് സമയം, അതായത് അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് നമ്മൾ ഓവർ കൊടുക്കാൻ പാടില്ല. അതായത് അവരുടെ അധിക സമയം എക്സസീവ് ആയിട്ട് വെയിറ്റ് ചെയ്യാതെ തന്നെ അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ എന്ത് ചെയ്യണം? അതായത് മറ്റ് ഔട്ട് പേഷ്യൻസിനേക്കാൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഇൻപേഷ്യൻസിന് അല്ലെ. അവർക്ക് ഒരുപാട് സമയം ഈ എക്സ്റേ എടുക്കുന്നതിനോ മറ്റു ഫെസിലിറ്റീസ് ചെയ്യുന്നതിനോ എക്സസീവ് ആയിട്ടൊരു ടൈം ആവശ്യമായിട്ട് വരരുത്. അതായത് അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുശേഷം ആയിരിക്കണം നമ്മൾ മറ്റ് അപ്പോയിന്റ്മെന്റ്സുകൾ സ്വീകരിക്കുന്നത്. മനസ്സിലായോ ഫസ്റ്റ് പോയിന്റ്? കാര്യം മനസ്സിലായില്ലേ? യെസ്. അപ്പൊ ഇൻപേഷ്യൻസ് അതായത് വാർഡ് പേഷ്യൻസിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അവരെ അധിക സമയം നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്താതെ അവർക്ക് കറക്റ്റ് ടൈമിൽ തന്നെ അവർ അപ്പോയിന്റ്മെന്റ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുകൂടി ആദ്യം ഉറപ്പുവരുത്തണം. അഡ്മിനിസ്ട്രേഷൻ ഷുവർ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ ആ രീതിയിലായിരിക്കണം അപ്പോയിന്റ്മെന്റ്സുകൾ അവിടെ പ്ലാൻ ചെയ്യേണ്ടത്. അവർക്ക് ശേഷം മാത്രമായിരിക്കും അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് മറ്റ് ഔട്ട് പേഷ്യൻസിനെ നമ്മൾ സ്വീകരിക്കുന്നത്. ഓക്കെ. Then department timing are followed according to the hospital policy. Department timings are followed according to the hospital policy. എന്താ പറയുന്നത്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ടൈം പീരീഡ് അല്ലെ, ആ ഒരു സമയം എങ്ങനെയായിരിക്കണം? ഏതുമായി ഫോളോ ചെയ്തിട്ടായിരിക്കണം? ഹോസ്പിറ്റൽ പോളിസിയുടെ അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിങ്ങും നമ്മൾ അലോട്ട് ചെയ്യേണ്ടത്. അതും കൂടി ആര് ഉറപ്പുവരുത്തണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ. അതായത് ഹോസ്പിറ്റൽ പോളിസി പ്രകാരം ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏത് സമയം വരെ പ്രവർത്തിക്കണം എന്നാണ് പോളിസീസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ട് മാത്രമായിരിക്കണം ഈ ഒരു ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കണം. ഓക്കെ. Then no essential waiting time should be averted. Non-essential waiting time should be averted. എന്താണ് നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവേർട്ടഡ് എന്ന് പറയുന്നത്? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എല്ലാ പേഷ്യൻസിനും ഒരുപാട് സമയം അനുവദിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് സമയം അനുവദിപ്പിക്കാത്തത്? റേഡിയേഷൻ ആയതുകൊണ്ട് തന്നെ അല്ലെ. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം പേഷ്യന്റ് ആണെങ്കിലും ഔട്ട് പേഷ്യൻസ് ആണെങ്കിലും എന്താണ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല. ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കൃത്യമായ ടൈം പീരീഡിൽ എക്സ്റേ ആണെങ്കിലും MRI ആണെങ്കിലും എന്താണ് ടൈമിൽ ഓരോ പേഷ്യൻസിനെയും അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് ആ പ്രൊസീജിയർ ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഫോളോ ചെയ്യണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അത് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ. Then preventive maintenance of machines and equipment. Preventive maintenance of machines and equipments. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ മെഷീൻസിനും എന്തെങ്കിലും റിപ്പയറിങ്ങോ ഡാമേജസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് റെഗുലർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയും വേണം. മാത്രമല്ല പ്രിവെന്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസുകൾ തുടരുകയും ചെയ്യണം. അപ്പൊ മെഷീൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ. Then the radiology department must maintain an effective working relationship with the medical staff, administration, and other hospital departments and services. എന്താ പറയുന്നത്?
നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം ആർക്ക് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെയുമായിട്ട് ഉണ്ടായിരിക്കണം? മെഡിക്കൽ സ്റ്റാഫുകളും അഡ്മിനിസ്ട്രേഷനും അല്ലെ മറ്റ് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് സർവീസസുമായിട്ട് നല്ലൊരു എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാക്കുന്നത്. അങ്ങനെ അവർ നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണോ എന്ന് കൂടി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഒരു കോർഡിനേറ്റ് ചെയ്ത് സഹകരണ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കും. അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പറഞ്ഞ ഈ 5 പോയിന്റ്സ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? അഡ്മിനിസ്ട്രേഷൻ ഷുവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ 5 പോയിന്റ്സ് മനസ്സിലായോ? മനസ്സിലായോ? Yes. Radiation risks are 2 types. What are the radiation risks? 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ശരണ്യ, രഞ്ജിത്ത്. ശരണ്യ പറയോടോ. ചോദിച്ചാൽ പിന്നെ പരിസരത്ത് നിങ്ങൾ നിൽക്കൂല. മൈക്ക് ഓഫ് മൈക്ക് ഓൺ ആണോ? ഓൺ ആക്കിയാലോ? മൈക്ക് ഓൺ അല്ലേ? ഓക്കെ. നിഷ കേക്ക്. സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും. സിവിയർ എഫക്റ്റില് സെറിബ്രലുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തൊക്കെ എഫക്ട്സുകളാണ് സംഭവിക്കുന്നത്? Obscuring of vision, headache, confusion. ഗ്യാസ്ട്രിക് ഇഫക്റ്റുകൾ ഏതൊക്കെയാണ്? ഗ്യാസ്ട്രിക് ഇഫക്റ്റുകൾ റിനി ജോസഫ്. ഗ്യാസ്ട്രിക് ഇഫക്റ്റുകൾ ഏതൊക്കെയാണ്? nausea, vomiting, Localized pain in the abdomen. Then blood related effects ഏതൊക്കെയാണ്? Blood related anemia, marrow depression. Chronic effects എന്ന് സൂചിപ്പിക്കുന്നത് എന്ത് തരം എഫക്ട്സ് ആണ്? ക്രോണിക് എഫക്ട്സ്. ശരണ്യ മൈക്ക് ഓഫ് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ. ക്രോണിക് എഫക്ട്സ് ഏതൊക്കെയാണ്? പേര് വിളിക്കുന്നില്ല, പറഞ്ഞോ. ക്രോണിക് എഫക്ട്സ് ഏതൊക്കെയാണ്? നിങ്ങൾ പറയുന്നത് ക്ലിയർ അല്ല കേട്ടോ. ഹസീന ഫൈസൽ പറയണം. Skin, hair loss, brittle nails, blood anemia, leukemia, eye contract, others, sterility, obesity and cancer. ക്രോണിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ചെറിയ അളവിലുള്ളതാണോ വലിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണോ? ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള Then AERB stands for Atomic Energy Regulatory Board. Okay, Atomic Energy and Regulatory Board. Very good. Then BARC, expansion of BARC. Baba Atomic Research Center. Okay. BARC എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? Mumbai. Okay, very good. Yes. Radiation protection is also known as Radiology protection. medical radiation
ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ? പേഷ്യൻസുമായിട്ട്. ഓക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ സ്റ്റാഫ്. പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ശരി.